കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ. RSSന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി നിങ്ങൾക്ക് പ്രശ്നമോ? നിങ്ങൾ കണ്ടതാണല്ലോ അവിടെ എന്തായിരുന്നു പ്രകോപനം. എന്തിനാ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തേ? രാവിലെ ഉദ്ഘാടനമായി വന്ന MT രമേശിനെ അവർ തൊട്ടോ? സന്ദീപ് വാര്യരെ കൊല്ലുമെന്ന് ബാരിക്കേഡിനപ്പുറത്ത് പറഞ്ഞിട്ട് ഒരുത്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കണ്ടതല്ലേ? എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, കേസെങ്കിലും എടുത്തോ? BJPക്ക് എതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് കയറി അടിക്കല്. എന്റെ 2 സ്റ്റാഫുകൾ റോഡ് സൈഡിൽ നിൽക്കുക, അവരെ അടിച്ചു. സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണമെന്ന്. അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫ് എവിടെ ഇരിക്കണമെന്ന്? അവർ സമരം ചെയ്തെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. നമസ്കാരം. നമ്മുടെ രാഹുൽ മാക്കൂട്ടം UDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പാലക്കാട് മത്സരിക്കുന്നു എന്നുള്ള ഇതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം, അതായത് മലയാളി സമൂഹം പ്രതീക്ഷയോടുകൂടി കാണുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുന്നണി പോരാളി തന്നെയാണ് രാഹുൽ മാക്കൂട്ടം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കുറേ കാലങ്ങളായി രാഹുൽ മാക്കൂട്ടത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ അവർ പല്ലുകൊഴിഞ്ഞ സിംഹം പോലെയായി മാറിയിരിക്കുന്നു. വലിയൊരു കോക്കസ് ആണെങ്കിൽ പോലും കൂടെ അവർ മുന്നോട്ട് വച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും രാഹുൽ മാക്കൂട്ടം മുക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവർ കൊണ്ടുവന്ന ആർഗ്യുമെൻറ്റുകളൊന്നും എവിടെയും നിലനിൽക്കുന്നതല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോടതികൾ തന്നെ വ്യക്തമാക്കിയിരിക്കെ അതിന് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ തെളിവുകളും മൊഴികളും സാക്ഷികളും എല്ലാ എവിഡൻസുകളും ഒന്നൊന്നായി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒരുതരം കെട്ടുകഥകൾ പോലുള്ള ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന ചില സൗഹൃദങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വക്രീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ചില കേസുകളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമായിരിക്കുന്നു. എങ്കിലും അതിൻ്റെ ചില അലയൊലികൾ, അതായത് ചില ജാമ്യം റദ്ദാക്കൽ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിങ് വന്നു, അതുപോലെ തന്നെ പാസ്വേഡുകൾ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അപൂർവം ചില നടപടിക്രമങ്ങൾ കോടതികളിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ളതേ ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നിയമവിദഗ്ധർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതികളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറും ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങളെന്നുള്ളത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിനകത്തൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല, കഴമ്പുമില്ല. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF ക്യാമ്പിൽ വളരെ അധികം സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ തന്നെ നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ള ചുരുക്കം ചില നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കൂടെ അവരുടെ നിലപാടുകളിൽ ഇപ്പോൾ അഴവ് വന്നിട്ടുണ്ട്. കാരണം രാഹുൽ മാക്കൂട്ടം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് വരുള്ളൂ, ഉയർന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം ഇവിടെ ഇപ്പോഴത്തെ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ കേട്ടറിവിലോ അല്ല കണ്ടറിവിലോ നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ അപ്പുറം, അതായത് അഴിമതിയും കൊള്ളയും അത്തരം ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കൊറിയയിലെ കിങ് ജോങ്ങിന് സമാനമായിട്ടുള്ള ഒരു ഭരണ രീതിയാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പിണറായിസ്റ്റ് ഭരണം എന്ന് പറയുന്നത്. 2 കേസുകൾ ഇനിയും കൊട്ടേഷൻ സംഘങ്ങളും അക്രമ സംഘങ്ങളും ആരാന്ന് ഞാൻ പറയാം. ആ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ നിങ്ങളുടെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വിഷ്വലാണ്. ഈ വട്ടമിട്ടിരിക്കുന്നയാള് SFIയുടെ സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്വരാഗ്. ഈ സ്വരാഗ് ഈ അക്രമത്തിന് തലക്കടിക്കുവാൻ നേതൃത്വം കൊടുത്ത ആളാണ്. ഇയാളുടെ പശ്ചാത്തലം എന്താ? പോലീസുകാരെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല B സോൺ കലോത്സവം നടക്കുമ്പോൾ പോലീസുകാരെ മർദ്ദിച്ച കേസിനകത്തെ പ്രതിയാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ അയാള് കൊട്ടേഷൻ സംഘമാണോ അല്ലയോ എന്ന് DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയട്ടെ. DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അതുൽ റിപ്പോർട്ടർ ചാനൽ തന്നെ വന്ന വാർത്തയാണ്. അയാളെ വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഈ അതുലിന്റെ പ്രത്യേകത എന്താ? പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ അക്രമ കേസിനകത്തെ മുഖ്യപ്രതിയാണ്. ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിനകത്തെ മുഖ്യപ്രതിയെ സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന DYFIയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. സമരങ്ങൾ നടത്തിയതിന്റെ പേരിൽ കേസിൽപ്പെട്ടിട്ടുള്ള മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊട്ടേഷൻ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂട തലവനെ 24 മണിക്കൂറും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ പുകഴ്ത്തുന്നവർക്ക് മാത്രം രാഷ്ട്രീയത്തിലാണെങ്കിൽ പിടിച്ചു നിൽപ്പുള്ളൂ. അതുപോലെ തന്നെ ആ പുകഴ്ത്തലിന് അല്പം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലും കൂടെ ഒതുക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം
CPM എന്ന പ്രസ്ഥാനത്തിലെ ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾ പോലും കൂടെ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായിസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗത്തിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഭരണകൂടം ഒതുക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ചില തന്ത്രങ്ങളും അതുപോലെ തന്നെ ചില അടവുകളും, കാരണം പണ്ട് കാലം പോലെ CPM ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പം പിണറായിസ്റ്റുകൾ പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ അതെവിടെയും ഏൽക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ഒരു ഉദാഹരണമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ അഭിനയം പോലും കൂടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു ഓസ്കാർ അവാർഡ് നേടുന്ന രീതിയിലേക്കൊരു നടിക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അത് തന്നിലൂടെ തന്നെ ആവട്ടെ എന്നുള്ള വീണ ജോർജിൻ്റെ ഒരു അതിമോഹവും അതിനെ ഒപ്പിച്ച് കുട പിടിച്ച് ഭരണകൂട തലവന്മാരുടെ ഒത്താശയും കൂടെ കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു അഭിനയം, ആ അഭിനയം മലയാളി സമൂഹം പുച്ഛിച്ച് തള്ളിയെന്ന് മാത്രമല്ല ഇനിയിപ്പോൾ അത് പുറം ലോകത്ത് കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ അത് വീണ ജോർജിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പിണറായിസ്റ്റുകൾക്ക് വന്ന ഒരു വലിയൊരു ഡാമേജാണ്. അതോടൊപ്പം തന്നെ ആ അഭിനയത്തിന് വീണാഭിനയത്തിന് ചുക്കാൻ പിടിച്ച് ഒത്താശ ചെയ്തുകൊണ്ട് കൊല്ലം ജില്ലയിൽ പ്രകടനം നടത്തിയ ഒരു ഡോക്ടറേറ്റൊക്കെ വാഴക്കൊല കട്ട് പ്രബന്ധമൊക്കെ ഉണ്ടാക്കിയ ഡോക്ടറേറ്റ് നേടിയ ചിന്താ ജെറോം വിളിച്ചു കൂട്ടിയ മുദ്രാവാക്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പിണറായിസ്റ്റുകളുടെ മേൽ കിട്ടിയ മറ്റൊരു അടിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിന്താ ജെറോം അടുത്ത പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് രംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പോലും കൂടെ ഇനിയിപ്പം ചിന്താ ജെറോമിനൊക്കെ കെട്ടിവെച്ച കാശ് പോലും കിട്ടുമെന്നുള്ള സംശയമാണ്. കാരണം ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് ചിന്താ ജെറോം വിളിപ്പിച്ചത്. കാരണം ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ പെട്ടെന്നൊരു പ്രകടനമൊക്കെ നടത്തുമ്പോൾ മുദ്രാവാക്യങ്ങളൊക്കെ കുറച്ച് ആലോചിച്ച് ഒക്കെ എഴുതിയുണ്ടാക്കിയാണ് സാധാരണ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ആലോചിക്കാനും പിടിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വീണാഭിനയം പെട്ടെന്നുണ്ടായ ഒരു പദ്ധതി ആയിരുന്നതുകൊണ്ടും അതിൻ്റെ ഭരണകൂട തലവന്മാർ തന്നെ അതിനകത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞപ്പം സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള മുദ്രാവാക്യങ്ങളായിപ്പോയി രംഗത്തേക്ക് വന്ന് വായ കൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ വന്നത്. കാരണം അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ നാറികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ മനുഷ്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ സംസ്കാരത്തിന് എത്ര 7 അയൽപക്കത്ത് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താ ജെറോം ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി വിളിപ്പിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും ഇവിടെ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരത അത് എത്രമാത്രം ഉത്തുംഗ ശൃംഖത്തിലാണ്. അതിൽ വിരളി കൊണ്ട് കുറേ എണ്ണം പേ പിടിച്ച നായ്ക്കളെ പോലെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് റോട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലറുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മലയാളി സമൂഹത്തിൻ്റെ പൊതുവികാരം അതിശക്തമായിരിക്കെ പൊതുജനങ്ങൾ വളരെയധികം പ്രതീക്ഷ കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഗം അതിശക്തമാവേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷത്തെ ചില ഉന്നതരായിട്ടുള്ള നേതാക്കൾക്ക് ചില വ്യക്തികളോട്, പ്രത്യേകിച്ച് രാഹുൽ മാക്കൂട്ടം പോലുള്ള യുവജനങ്ങളോട്, ഏറ്റവും കൂടുതൽ ജനാംഗീകാരമുള്ള വ്യക്തികളോട് ചില അസൂയ തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഒതുക്കി ഇല്ലാതാക്കണം എന്നൊക്കെ തോന്നിയിരുന്നു. അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ പണിയെടുത്തിരുന്നെങ്കിൽ പോലും കൂടെ ഈ പൊതുജന വികാരം മൊത്തം ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരിലൂടെ ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പം ശക്തമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തിന് രാഹുൽ മാക്കൂട്ടത്തെ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. കാരണം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പരാതികളും വെറും നിഴൽ പരാതികൾ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ ജാമ്യം റദ്ദാക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ആർഗ്യുമെൻറ്റുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും കൂടെ അതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലൊന്നും എവിടെയും നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം സുപ്രീം കോടതി പോലും കൂടെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് എതിരായിട്ടുള്ള തെളിവുകൾ കൊടുക്കണമെന്ന് എവിടെയും നിയമത്തിൽ പറയുന്നില്ല എന്നുള്ളത് അത് ഒരു പൗരൻ്റെ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ ഒരു പ്രതി തന്നെ ഒരിക്കലും ഒരു കേസിൽ പ്രതിയായിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്കെതിരാകുന്ന തെളിവ് പ്രതി തന്നെ നൽകണം എന്ന് എവിടെയും അനുശാസിക്കുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം രംഗത്തേക്ക് വരും എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെയും
കളത്തിലേക്ക് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കുതന്ത്രങ്ങൾ പിന്നണിയിൽ വേറെ നടക്കുന്നുണ്ട്. അത് ചില മാധ്യമ പ്രവർത്തകരുടെ വേഷം അണിഞ്ഞിട്ടുള്ള ചില നാലാംകിട പ്രവർത്തകരാണ്. അതായത് നാലാം തൂണെന്നൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് ആലങ്കാരികമായിട്ട് പറയാമെങ്കിൽ പോലും ഇപ്പോൾ ചില നാലാംകിട പണി ചെയ്യുന്ന ചില വനിതാ മാധ്യമ പ്രവർത്തകർ എന്നുള്ള ലേവലിൽ, മാധ്യമപ്രവർത്തകർ എന്നുള്ള ലേവലിൽ വരുന്ന ചില വനിതകൾ ചേർന്നുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് കത്ത് നൽകിയിരിക്കുന്നു. കാരണം രാഹുൽ മാക്കൂട്ടം എങ്ങാനും കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾ ഇത്രയും നാളും ഈ കോരിയ വെള്ളത്തിന് പ്രയോജനമില്ലാതെ വരുമല്ലോ എന്നുള്ള ഒരു നിരാശയിൽ നിന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അതൊന്നും എവിടെ ഏശാൻ പോണില്ല. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും രാഹുൽ മാക്കൂട്ടത്തിന് മലയാളികളുടെ ഇടയിൽ, ലോകത്തുള്ള മലയാളികളുടെ ഇടയിൽ മഹാഭൂരിപക്ഷം പേരുടെയും സപ്പോർട്ട്, സ്നേഹവും പിന്തുണയും അതിശക്തമായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും രാഹുൽ മാക്കൂട്ടമാണ് ഇപ്പോൾ കളം നിറഞ്ഞു കളിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ശരിക്കുള്ള കളിക്കാരനായിട്ട് മാറിയിരിക്കുന്നത്. ഒരു കേസെടുത്തോ? അവർ 2 മാർച്ച് കേസെടുത്തോ? ആരെങ്കിലും അടിച്ചോ? BJP ഓഫീസിൽ മാർച്ച് എടുത്ത് മാത്രം ഇത്ര സൂക്കേട് കൈവച്ചത് മതി. ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞില്ല എവിടെ വെച്ചാൽ നമ്മളൊന്ന് ലക്ഷ്യമില്ലയോ? ഏർപ്പാട് വേണ്ട. ജയഘോഷം വിളിച്ച് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ ഫോർവേഡായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്ന കളിക്കാരൻ്റെ ക്വാളിറ്റി എല്ലാ രംഗത്തേക്കും തൻ്റെ മികവ് പുലർത്തിക്കൊണ്ട് എല്ലാ കളിക്കാരെയും തന്നോടൊപ്പം നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല പ്രചോദനം നൽകിക്കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളിക്കാരനായിട്ട് രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ഒരു UDF ടീം തന്നെയായിരിക്കണം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ ഇലക്ഷനിൽ നേരിടേണ്ടത് എന്നുള്ള പൊതുജന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വവും ആ നിലയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ഒരു UDF ടീമിന് മാത്രമേ അതിശക്തമായൊരു ഭരണ രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അടുത്ത പ്രാവശ്യം ഭരണത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് മലയാളി സമൂഹം ഒത്തൊരുമയോടുകൂടി കാത്തിരിക്കുന്നു. അതുതന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിലേക്കുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നറിയുന്നതിൽ സന്തോഷം. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ടീമിന് വേണ്ടിയിട്ട് കേരള സമൂഹം, മലയാളി സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.